അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുല്ലാഹ് മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന പരിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ്. അധ്യായം 2 37 വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുല്ലാഹ് ആൻഡ് വി സെഡ് ഗോ ഫോർത്ത്, നിങ്ങൾ ഇറങ്ങിപ്പോകൂ എന്ന് നാം പറഞ്ഞ സന്ദർഭം അതിനെ വിശദീകരിക്കുന്നു. എവിഡൻലി ആദം ഈസ് ദ ടൈപ്പ് ഓഫ് ആൾ മാൻകൈൻഡ്. ആദം അലൈഹിസ്സലാം നിശ്ചയമായും മാനവകുലത്തിൻ്റെ ഒരു മാതൃകയാണ്. ആ മാനവകുലം ഏത് ഇനത്തിൽപ്പെടുന്നതാണോ അതേ ഇനത്തിൽപ്പെടുന്ന ആൾ തന്നെയാണ് ആദം അലൈഹിസ്സലാം. അപ്പം ആദം നബിയെ മാനവകുലത്തിൻ്റെ ഒരു മാതൃകയായിട്ട്, അല്ലെങ്കിൽ അതേ കുലത്തിൽപ്പെട്ട അദ്ദേഹം നേരിട്ട കാര്യങ്ങളൊക്കെ നമുക്കും ബാധകമായി വരുന്ന നിലയിൽ മനുഷ്യകുലത്തിൻ്റെ ഒരു പ്രതിനിധിയായി നിശ്ചയിച്ചിരിക്കുകയാണ്. Evidently, Adam is the type of all mankind, and the sexes go through in all spiritual matters. ഈ ലൈംഗികത അതുപോലെ ആത്മീയ കാര്യങ്ങളും ഇഴചേർന്ന് മുന്നോട്ട് പോകുന്നതാണ്. And the sexes go together in all spiritual matters. എല്ലാ ആത്മീയ കാര്യങ്ങളിലും സെക്സും കാമവികാരവും കൂടി ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും കൂടെ ഇഴകലർന്ന് ഒരു ജീവിതക്രിയയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. മോറോവർ, കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും ദ എക്സ്പൾഷൻ അപ്ലൈ ടു ആദം, ഹൗവ ആൻഡ് സാത്താൻ. പുറത്താക്കൽ നടന്നത് ആദമിന്, ഹൗവായെ, സാത്താന്. മൂന്നിനെയും പുറത്താക്കിയത് ആ നടപടിക്രമം അവിടെ നടക്കുകയുണ്ടായി. മാൻസ് സോജോൺ ഇൻ ദിസ് ലോവർ സ്റ്റേറ്റ്. മനുഷ്യൻ്റെ ഈ അന്യസ്ഥലത്ത് കുറച്ചു കാലം പാർക്കുക, അതാണ് ഈ സോജോൺ എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ ഈ അധമമായ ഒരവസ്ഥയിൽ, താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു സ്റ്റേജിലെ ജീവിതം, വേർ ഹീ ഈസ് പാർട്ട്ലി ആൻ അനിമൽ ഓഫ് ദിസ് എർത്ത്. ഭാഗികമായി ഈ ഭൂമിയിലെ ഒരു മൃഗമാണവൻ. അപ്പോൾ ഈ ലോവർ സ്റ്റേറ്റിൽ, താഴ്ന്ന നിലവാരത്തിൽ കഴിയേണ്ടി വരുന്നത് ഈ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മാൻസ് സോജോൺ ഇൻ ദിസ് ലോവർ സ്റ്റേറ്റ് വേർ ഹീ ഈസ് പാർട്ട്ലി ആൻ അനിമൽ ഓഫ് ദിസ് എർത്ത് ഫോർ എ ടൈം. അപ്പോൾ അങ്ങനെ കുറേ കാലം നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. അനിമൽ സ്റ്റേറ്റ് അത് താഴ്ന്ന നിലവാരത്തിലുള്ള
സെക്സും കാര്യങ്ങളുമായിട്ടുള്ള ഒരു ജീവിതമാണ്. ബട്ട് ഹീ മസ്റ്റ് ഫുൾഫിൽ ഹിസ് ലോവർ ഡ്യൂട്ടീസ് ആൾസോ. എന്നാൽ അവൻ ഈ പറഞ്ഞ താഴ്ന്ന നിലവാരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും അവൻ നിറവേറ്റേണ്ടതായിട്ട് വരും. ഫോർ ദേ ടു ആർ എ പാർട്ട് ഓഫ് ഹിസ് സ്പിരിച്വൽ ട്രെയിനിങ്. അതും ഇത് സ്പിരിച്വൽ ട്രെയിനിങ്ങിൻ്റെ ആത്മീയ പരിശീലനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ലോവർ സ്റ്റേറ്റിലുള്ള ലൈംഗികതയും അതുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാര്യങ്ങളുമെല്ലാം ഈ ആത്മീയ പരിശീലന കളരിയിലെ അനിവാര്യമായ ഘടകങ്ങളാണ്. അതും ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ സ്പർശിക്കരുത്, അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ സ്പർശിച്ചു അല്ലെങ്കിൽ അതിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ ആ ലോവർ സ്റ്റേറ്റിലുള്ള താഴ്ന്ന നിലവാരത്തിലുള്ള അവസ്ഥാവിശേഷമാണ്. അപ്പോൾ സ്പിരിച്വൽ ട്രെയിനിങ്ങിൻ്റെ ഔന്നത്യത്തിലേക്ക് കയറിപ്പോകുന്നതിന് ഇത്തരത്തിലുള്ള ലോവർ സ്റ്റേറ്റിലുള്ള കാര്യങ്ങളും ആവശ്യമാണ്. എന്നാൽ ഒരു കുട്ടി നടക്കുകയാണെങ്കിൽ അവൻ വീണു കഴിഞ്ഞതിന് ശേഷം വീണ്ടും എഴുന്നു. അപ്പം വീഴാതെ നടക്കാൻ പിന്നീട് അവൻ പഠിക്കുന്നു. അപ്പം ഈ ലോവർ സ്റ്റേറ്റ് അനിവാര്യമാണ് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി. അപ്പം വീഴ്ച ഒരു അനുഗ്രഹമാണ്. ഐ മസ്റ്റ് എക്സ്പ്ലെയിൻ ഹിയർ ദ വേർഡ് ഇബ്ലീസ്. ഇനി ഞാൻ ഇബ്ലീസ് എന്ന വാക്ക് ഒന്ന് വിശദീകരിക്കുകയാണ്. ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ റൂട്ട്സ് ഐഡിയ ഓഫ് ഡെസ്പറേറ്റ്നെസ് ഓർ റെബല്യൻ. ആശയറ്റ അല്ലെങ്കിൽ അതിക്രമം കാട്ടുന്ന അല്ലെങ്കിൽ കുഴപ്പം കാണിക്കുന്ന എന്ന അർത്ഥം വരുന്ന ഒരു പദത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം, ഇബ്ലീസ് എന്ന വാക്ക്. The word Satan conveys the idea of perversity or enmity. ശത്രുതയും എന്തിനും തുനിഞ്ഞിറങ്ങുന്നതുമായ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് സാത്താൻ എന്നത്. അപ്പോൾ ഇബ്ലീസും സാത്താനും രണ്ടാണ്. ശൈത്താനും ഇബ്ലീസും രണ്ട് രീതിയിലാണ്. The one who brought trouble on ആദം അലൈഹിസ്സലാമിന് അല്ലെങ്കിൽ മനുഷ്യന്, ആദം എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യൻ്റെ പ്രതിനിധി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആദം അലൈഹിസ്സലാമിന് കുഴപ്പം സൃഷ്ടിക്കുന്നത് എന്താണോ അത് സാത്താനാണ്, അതായത് ഷെയ്ത്താനാണ്. മനുഷ്യന് കുഴപ്പം ഉണ്ടാക്കുന്നത് എന്തും ഷെയ്ത്താൻ. ആൻഡ് നോട്ട് ഇബ്ലീസ്, അത് ഇബ്ലീസ് അല്ല. ഇബ്ലീസ് എന്ന് പറയുന്നത് ഹു ഈസ് സ്പോക്കൺ ഓഫ് അസ് റെഫ്യൂസിങ് ടു സെർവ് ആദം അലൈഹിസ്സലാമിന് സേവനം ചെയ്യുവാൻ കൽപ്പിച്ചപ്പോൾ അത് ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറി നിന്ന ശത്രുവാണ് ഇബ്ലീസ്. മറ്റതങ്ങനല്ല, മനുഷ്യനിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുകയും കുഴപ്പങ്ങൾ ഇളക്കി വിടുകയും ചെയ്യുന്നതാണ് ഷെയ്ത്താൻ. അപ്പം ഷെയ്ത്താനും ഇബ്ലീസും തമ്മിൽ ചെറിയ അന്തരമുണ്ട്. ഒന്ന്, പരസ്യമായി ഞാനിത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് നിഷേധത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നു. മറ്റതങ്ങനല്ല, മനുഷ്യനെ ഇളക്കി മറിച്ച് കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു ഷെയ്ത്താൻ. ദ ഖുർആൻ ഇൻവേരിയബിളി സ്പീക്സ് ഓഫ് ഇബ്ലീസ്. ഇടവിടാതെ ഇബ്ലീസിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. While mentioning the incident of refusal to submit through pride, തൻ്റെ അഹംഭാവം മൂലം അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴടങ്ങുവാൻ തയ്യാറാകാതെ അതിനെ നിരസിക്കുന്ന സന്ദർഭത്തിലാണ് ഇബ്ലീസിൻ്റെ വരവ്. ഇബ്ലീസ് ആ നിലയിലാണ്. തൻ്റെ ഉള്ളിലുള്ള അഹന്ത മൂലം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴടങ്ങുവാൻ തയ്യാറാകാതെ നിരസിച്ച് നിൽക്കുന്ന ഇതിനെ സംബന്ധിച്ചാണ് ഇബ്ലീസ് എന്ന് പറയുന്നത്. ആൻഡ് സാത്താൻ വേറെവർ മെൻഷൻ ഈസ്, എവിടെയൊക്കെ ഷെയ്ത്താനെ പരാമർശിച്ചിട്ടുണ്ടോ, ഈസ് മെയ്ഡ് ഓഫ് ആദം ബീങ് ഇൻസ്റ്റിഗേറ്റഡ് ടു ഈറ്റ് ഓഫ് ദ പ്രൊഹിബിറ്റഡ് ട്രീ. നിരോധിത വൃക്ഷത്തിൽ നിന്നും തിന്നുന്നതിന് പ്രേരിപ്പിച്ച പ്രേരക ശക്തിയാണ് ഷെയ്ത്താൻ. അപ്പോൾ തെറ്റ് ചെയ്യാൻ ആദമിനെ പ്രേരിപ്പിച്ച പ്രേരക ശക്തിയായി ഷെയ്ത്താൻ മാറുമ്പോൾ
ആദമിന് വഴിപ്പെട്ട് ആദമിനെ സഹായിക്കുവാൻ പറഞ്ഞപ്പോൾ തൻ്റെ അഹംഭാവം മൂലം അതിനെ മനഃപൂർവ്വമായി നിഷേധിച്ച ശക്തിയാണ് ഇബ്ലീസ്. അപ്പോൾ ഇബ്ലീസും ശൈത്താനും തമ്മിൽ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ആദമിനെ വഴിപ്പെട്ട് ആദമിനെ സഹായിയായിട്ട് നിൽക്കാൻ കൽപ്പിച്ചപ്പോൾ തൻ്റെ അഹംഭാവം മൂലം ഇവനെ ഞാനാണോ, ഞാൻ ഇത് ചെയ്യണോ എന്നുള്ള ആ ധാർഷ്ട്യത്തോടു കൂടി നിന്ന ആളാണ് ഇബ്ലീസ്. എന്നാൽ ശൈത്താനാണെങ്കിൽ തൻ്റെ ഉള്ളിൽ പ്രേരണ ചെലുത്തി വശീകരിച്ച് അവനെ തെറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ശൈത്താൻ. സോ ദ വേർഡ് സാത്താൻ ഡസ് നോട്ട് ഹിയർ റെഫർ ടു ഇബ്ലീസ്. അതുകൊണ്ട് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ശൈത്താൻ ഇബ്ലീസിനെ സൂചിപ്പിക്കുന്നതല്ല. ബട്ട് ടു സം കൈൻഡ് ഓഫ് ഫോം ബീയിങ് എമംഗ് ദ ഫെലോ ബീയിങ്സ് ഓഫ് ആദം. ആദം അലൈഹിസ്സലാമിൻ്റെ അതേ ഗണത്തിൽപ്പെട്ട ചില ജീവികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള രൂപത്തിലോ പെട്ട അതാണ് ശൈത്താൻ. അത് വാസ് ഹോസ്റ്റൈൽ ടു ഹിം. അവനോട് ശത്രുത ഉണ്ട്. ശൈത്താന് ഈ മനുഷ്യനോട് ശത്രുതയുണ്ട്. അതുകൊണ്ട് അവനെ പ്രേരിപ്പിച്ച് തെറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി പ്രേരണ ചെലുത്തുക, പ്രേരിപ്പിച്ചതിന് ശേഷം മാറി നിന്ന് കളയും. ആസ് ആദം വാസ് എ വൈസ്ജറൻ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഒരു ഖലീഫ എന്ന നിലയിൽ ആദം, ഇബ്ലീസ് കുഡ് ഹാവ് നോ പവർ ഓവർ ഹിം. ഇബ്ലീസിന് ആദമിൻ്റെ മേൽ ഒരു അധികാരവും ചെലുത്തുവാൻ സാധ്യമല്ല. കാരണം അള്ളാഹുവിൻ്റെ ഖലീഫയാണ്. ആ ഖലീഫയ്ക്ക് ഇബ്ലീസ് ഒന്നും ചെയ്യാൻ അവന് കഴിയില്ല. അതിനേക്കാൾ പവർ കൂടിയാണ് ആദം എന്ന അള്ളാഹുവിൻ്റെ ഖലീഫമാർ, അള്ളാഹുവിൻ്റെ ദൂതന്മാർ നിലകൊള്ളുന്നത്. ആൻഡ് ദ ബീയിങ് ഹു ബിഗൈൽഡ് ഹിം വാസ് സമ്മൺ എൽസ്. അതുകൊണ്ട് ആദമിനെ ചതിച്ചു അല്ലെങ്കിൽ കുഴപ്പത്തിലാക്കി അതൊരു ആൻഡ് ദ ബീയിങ്, അതൊരു അസ്തിത്വമാണ്, അല്ലെങ്കിൽ ഒരു ജീവിയാണ്, അതല്ലെങ്കിൽ അതൊരു ഉണ്മയാണ്. ഹു ബിഗിൽഡ് ഹിം, അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു വാസ് സമ്മൺ എൽസ്. അതുകൊണ്ട് അത് മറ്റൊരു ജീവിയാണ്. അപ്പോൾ ഇബ്ലീസ് വേറെ, ശൈത്താൻ വേറെ. ആ നിലയിൽ മനസ്സിലാക്കി ഇത് സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസത്തിൽ തുടരാവുന്നതാണ്. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.